ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോടിൻ്റെ കുമ്പളങ്ങിയിലാണ്. കോഴിക്കോടിൻ്റെ കുമ്പളങ്ങി. ഞങ്ങൾ യഥാർത്ഥ ലൊക്കേഷൻ നെയിം ഞങ്ങൾ പറയുന്നില്ല, കാരണം ലൊക്കേഷൻ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കുറേ ആളുകളുടെ ഒരു പ്രവാഹമായിരിക്കും. ഞങ്ങൾ അങ്ങനെ ലൊക്കേഷൻ നെയിം ഒന്നും പറയുന്നില്ല. 500 പേര് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം, നല്ല അടിപൊളി ഒരു തുരുത്ത് പോലത്തെ ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്രകൃതി നമുക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം മീൻപിടുത്തവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം. പോയി നോക്കാം നമുക്ക് ആരെങ്കിലുമൊക്കെ മീൻ പിടിക്കുന്നുണ്ടോയെന്ന്. ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കാണാം. കമോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണല്ലേ. അപ്പോൾ ഇതാ ഇവിടെ ചേട്ടൻ എന്താ മീൻ നമ്മുടെ ചെമ്മീനാണ് കേട്ടോ കോർക്കുന്നത്. ചെമ്മീൻ കോർത്താൽ ഇവർ പറയുന്നത് നല്ല അടിപൊളി ചെറുതും വലുതായിട്ടുള്ള മീനൊക്കെ കിട്ടുന്ന പറയുന്നത്. ഇപ്പോൾ മഴ പെയ്തൊന്ന് നല്ല ഒഴുക്കൊക്കെ ഉള്ളത് കൊണ്ടേ നല്ല അടിപൊളി മീൻ കിട്ടുന്നൊക്കെ ഇവർ പറയും. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. അതാ അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ മീൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഇത് കീരൻ എന്ന് പറഞ്ഞ മീനാണ്, കീരൻ. ഇത് വേറെ ആലപ്പുഴ ഭാഗത്തൊക്കെ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. കീരനോ? നല്ല ഭംഗിയുണ്ട് ഇതാ കാണാൻ. ഞാൻ ആദ്യത്തെ പേര് നല്ല രസം, നല്ല അക്വാറിയത്തിലൊക്കെ ഉണ്ടാവുന്ന മീൻ പോലെ ഉണ്ട് അല്ലേ? അതെ. അപ്പം നമുക്ക് നോക്കാം. അടുത്ത് അക്വാറിയത്തിലല്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന മീനൊക്കെ പോലെ തന്നെയുണ്ട്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വെള്ളമുണ്ട് അല്ലേ? അത് മഴ പെയ്ത് തോർന്നുകൊണ്ടായിരിക്കും. പക്ഷെ കിട്ടി. ഇതെന്താ സാധനോ? മുള്ളനാടാ? അല്ല, എന്താ അതിനെ കാണുന്നില്ല, കണ്ടില്ല, അത് പോയി. കിട്ടുന്നുണ്ട്. അടിപൊളി. അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ മീൻ സംസാരിക്കുന്നു. അതെ. എണീറ്റ പാട് ഇവിടെ കയറിയ പാട് ഗ്ലാസ് വെള്ളമൊക്കെ ചോദിച്ചു അവനോട്. സംസാരിക്കുന്ന മീൻ. വർത്തമാനം പറയുന്നുണ്ടോ? ഒരു മിനിറ്റടാ, പാവുണ്ടാവും. ഈ സാധനമാണ് വാഴപ്പൊത്തെന്ന് പറഞ്ഞ സാധനം. വാഴപ്പൊത്തെന്നൊക്കെ പറയും. വേറെ ഓരോ ഭാഗത്തും ഓരോ പേരാണ് കേട്ടോ ഇതിന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോഴല്ലേ അല്ലേ, നല്ല മഴയല്ലായിരുന്നോ? നല്ല മഴ. എന്ത് ഭംഗിയായിരുന്നു അറിയോ? ഭയങ്കര ഭംഗിയായിരുന്നു. ഫുള്ള് നല്ല അടിപൊളി. അടുത്തതാ ഈ മീൻ എന്താ പറയുക? ഇത് ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനിൻ്റെ കുട്ടിയാട്ടോ. അഗെയിൻ അതാ മറ്റാള്. ഭയങ്കര ഭംഗിയല്ലേ? യൂണിഫോം ഇട്ടാൾ വന്നിട്ടുണ്ട്, കീരൻ. ഇത് ഏട്ടൻ്റെ കുട്ടി. നമ്മുടെ അമ്മനോട്ടിനെ പോലെ ഏട്ടച്ചുള്ളി. അത് നല്ല ഭംഗിയുണ്ട്. ഏട്ടച്ചുള്ളി വേറെ പറയാണോ? ചെറുതിന് ഏട്ടച്ചുള്ളി എന്നാണ് പറയാ. അപ്പോൾ അങ്ങനെ ഇപ്പം മറ്റേ നമ്മൾ വലയിടാൻ പോവുകയാണ്. ഇതിൽ ചൂണ്ടയിൽ ഇപ്പോൾ അവർക്ക് ചെമ്മീൻ തീർന്നു, കോർക്കുന്ന ചെമ്മീൻ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ചേട്ടൻ, നമ്മളെ സ്റ്റാർ വലയിടാൻ പോവാണ്. വലയിട്ട് കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി. ഇവിടെ ഈ സൈഡിൽ എന്താ വെച്ചാൽ ആഴം കുറവാണ്. ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഈ കരയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ്. അപ്പം എന്താ പറയുക, നല്ല ആഴം കുറവായിരിക്കും അവിടെ. ചേട്ടൻ വലയൊക്കെ വലിക്കുന്നുണ്ട്, കണ്ടറിയാം എന്താവുന്നൊക്കെ. മീനില്ലെങ്കിൽ എന്താക്കാൻ? അവർക്ക് മീൻ കിട്ടൂല, നമുക്ക് വീഡിയോയിലൊന്നും കാണിയില്ല. ചേട്ടൻ വരുന്നുണ്ട്. ഇഷ്ടംപോലെ മീനുണ്ടല്ലോ. ശരിയാ, ഫുള്ള് ഇലയാണെന്ന് തോന്നുന്നു. അടിപൊളി.
പിന്നെ വേറൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അതായത് ഞങ്ങൾ ഒരു 1.5 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ സ്ഥലത്ത് വരും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചെറിയൊരു സഹായത്താൽ നമ്മളിവിടെ ഒരു കുക്കിംഗ് നടത്തുന്നതായിരിക്കും. ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതൊന്ന് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടണമെന്ന് വിചാരിച്ചു. അപ്പം ഒരു 1-2 ആഴ്ചൻ്റെ ഇടയിൽ നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഇതേ ശരിക്കും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല, വെറുതെ വന്നതായിരുന്നു ശരിക്കും. എന്താ പറയാ, പക്ഷെ ഞങ്ങൾ വന്ന് അവിടെ കണ്ടപ്പോൾ കുറെ ആൾ ചൂണ്ടിടുന്നു. അപ്പോൾ അതൊന്ന് നോക്കി. അപ്പോൾ കുറച്ച് മീൻ, വലിയ മീനൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ മീൻ. നിങ്ങളെ കണ്ടതല്ലേ ആ ചെറിയ ചെറിയ മീൻ വലയിലും ചൂണ്ടലിലൊക്കെ കൊടുക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. ട്രഡീഷണൽ മീൻ പിടുത്തമുണ്ടല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ഈ കുമ്പളങ്ങി നട്ട്സ് ഒക്കെ പേരിടും, പക്ഷേ ആരും കൂടെ വന്നു പോകരുത്. കാരണം മനുഷ്യന്മാരൊന്നും വരാത്തൊരു ഏരിയ. സ്ഥലപ്പേര് പറയുന്നില്ലല്ലോ. സ്ഥലപ്പേര് നമ്മൾ പറയില്ല. എന്നാൽ ശരി, ബൈ.